മോനെ എൻ്റെ ഒരു പൈസ ഉണ്ട്, ഒരു 50 ഉറുപ്പിക എടുക്കാൻ. എനിക്ക് ചായ കുടിക്കാനേ. എൻ്റെ മോനോട് വാങ്ങിക്കോളുണ്ട്. ഞാൻ മോനോട് വാങ്ങിക്കോട്ടോ. നിങ്ങളിപ്പേ ഒരു 50 ഉറുപ്പിക വാങ്ങിനി, നിങ്ങളോട് തരാനാ പറഞ്ഞത്. അതാ നിങ്ങളോട് 50 വാങ്ങിയോ? ഞാൻ പോരേന്ന് പോരുമ്പോ പോരേന്ന് നിർത്തി ഇങ്ങോട്ട് പോന്നതാ. അപ്പോൾ നാട്ടിൽ ഇറങ്ങി പൈസ തോണ്ടാൻ തുടങ്ങിയതേ. വല്ലാത്തൊരു കഷ്ടാട്ടോ അയാളെ കൊണ്ട്. മനുഷ്യരുടെ പൈസ ഒക്കെ അയാളുടെ കൊടുത്ത് തീരുന്ന തോന്നുന്നത്. എല്ലാമേ നിങ്ങളിന്ന് അങ്ങാടിയിലേക്ക് ഇറങ്ങിയില്ലേ? നിങ്ങൾ കണ്ട ആൾക്കാരെടുത്ത് പൈസ വാങ്ങാം. എന്തിനാ നിങ്ങൾ ഇങ്ങനെ കുട്ടി കണ്ടവരെടുത്ത് പൈസയുമായി നടക്കുന്നത്? എന്ത് കോലാപ്പത്? നിങ്ങൾക്ക് ഷർട്ടിൽ എടുത്തിട്ട് നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ എന്നിട്ട് ആൾക്കാർ എന്നോട് ഇങ്ങനെ ചോദിക്കുക, നിങ്ങൾ ഒറ്റ കാരണം എന്റെ പെണ്ണുങ്ങളിൽ നെട്ടേച്ച് പോയത്. അടങ്ങി ഒതുങ്ങി ഇവിടെ നിൽക്കാൻ കഴിയും, മാത്രം അവിടെ നിന്നാൽ മതി. നിങ്ങളെ നോക്കി നടക്കാൻ എനിക്ക് കഴിയൂല. ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞത്? റൂമിൽ നിന്ന് പുറത്തിറങ്ങരുത് നിങ്ങളോട് പറഞ്ഞല്ലേ? പിന്നെ ഞാൻ അങ്ങോട്ട് കണ്ണു തെറ്റി ഞാനൊന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ വാതിൽ തുറന്ന് ഇറങ്ങിയിട്ട് ആ കണ്ട ആൾക്കാരോട് പൈസ വാങ്ങുക. ഇങ്ങനെ നോക്കി നടക്കാൻ എനിക്ക് കഴിയൂല. ഇന്ന് ഒരു പരിപാടി ഉണ്ട് ഇവിടെ, നമ്മളെ കമ്പനിക്കാരൊക്കെ ഇവിടെ വരുന്നുണ്ട്. പക്ഷെ റൂമിൽ നിങ്ങൾ പുറത്തിറങ്ങരുത്, ഞാൻ പറഞ്ഞാലും വേണ്ട. സുരേഷാ, അനക്ക് കൂട്ടിന് പൈക്കൾ തന്നെ ഉണ്ട്. ഞാനെന്തൊരു 50 ഉറുപ്പിക ആ കൊണ്ടനോട് ചായ കുടിക്കാൻ വേണ്ടിട്ട് വാങ്ങിനി. അതിന് എന്റെ മോന് എന്തൊക്കെയാ വന്നിപ്പോ പറഞ്ഞു തരുന്ന സുരേഷാ. അത് മക്കളല്ലടോ, ഈ അത് മൈൻഡ് ചെയ്യണ്ട. അതിന് പാട്ട് പോട്ടെ ചേച്ചാ, ഈ ടെൻഷൻ അടിച്ചേക്കേണ്ട അത് ആവശ്യമില്ല. ഓന്റെ പെണ്ണുങ്ങള് പോയത് എന്റെ ഒരു കാരണത്താലാണ് നടക്കാനോടവന്. പോയ കാരണം എന്താന്ന് എനിക്ക് അറിയോ? എനിക്ക് ക്ലാസ് വെള്ളം കാച്ചിട്ട് എന്നെ വിചാരിച്ചിട്ടാണ് സുരേഷ. ഓനൊക്കെ എങ്ങനെ പോറ്റിയതാണ് സുരേഷ. ഞാന് ഇതൊന്ന് ആലോചിച്ച് വെക്കുന്നുണ്ട്. ഓൻ പറയാണ് പുറത്ത് പോകുമ്പോ എന്നെ പിടിച്ച് ഔട്ടിട്ടിക്കാണ്ട് വായിലടിച്ചിട്ട് ഓൻ പോവാന്ന്. കോയെ ഹിന്ദി സ്ഥിതി ഇതൊക്കെ തന്നെയാണ്. ഞാനിത് ആരോടും പറയട്ടാ. എനിക്ക് എന്തെങ്കിലും സങ്കടം വരുമ്പോ ഞാൻ ഓളോട് അതിട്ട് പറയടോ. ഇപ്പൊ ഞമ്മക്ക് നടക്കാനുള്ള ആവതുണ്ട്. കുറച്ച് കഴിഞ്ഞാല് ഞമ്മക്ക് അതും ഉണ്ടാവില്ല. ഇപ്പം തന്നെ ഞമ്മക്ക് ഈ പ്രായമുള്ളവരെ കൊണ്ടുവരുന്ന സ്ഥലമില്ലേ, വൃദ്ധസദനം എന്ന സ്ഥലമുണ്ട്. അവിടെ നമുക്ക് നോക്കാനുണ്ട് ആള്, മരുന്ന് തരാന്, ഭക്ഷണം തരാന്, ഇതൊക്കെ അവിടെ ആളുണ്ട്. എന്നാലേ നമുക്ക് അതിനെ പറ്റി ഒന്ന് അന്വേഷിച്ച് നോക്കാം.